മനോരമയിൽ വലിയ കള്ളിയിലല്ലേ പൊറോട്ട 2 വാങ്ങിച്ച് 1 മൂപ്പര് തിന്ന് ഒന്നോണ്ട് തിന്ന KPCC-കാരെ പേര് മുഴുവച്ചടിച്ച് വരിക. മൂപ്പര് ആ വയനാട്ടിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം പാർലമെന്റിനകത്ത് ഇരുന്നാലാണെങ്കിൽ അമ്മ തോണ്ടിയിട്ട് മടുക്കണേ, മോനെ നീക്ക് പിന്നെയും ഉറങ്ങ, അപ്പൊ പിന്നെയും തോണ്ടുക. ഇങ്ങനെ 18 ജയിച്ചു പോയിന്. വയനാട് MP രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആ നാട്ടിലുള്ളവരുടെ അഭിപ്രായമാണ് ദേ ഈ കേട്ടത്. പാർലമെന്റിലെ പ്രകടനമായിക്കോട്ടെ, അല്ലെങ്കിൽ MP എന്നുള്ള നിലയ്ക്ക് മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിക്കോട്ടെ, അനുഭവിച്ചതിന് ശേഷം ഇപ്പോൾ നാട്ടുകാർ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ രാജീവ് ഗാന്ധിയുടെ കുട്ടിയല്ലേ, ചുവന്ന കവിളല്ലേ, വെള്ള ടീഷർട്ടല്ലേ, ചുള്ളം പയ്യനല്ലേ എന്ന തോന്നലിലൊക്കെ കിട്ടിയ വോട്ട്, ആ വോട്ട് ചെയ്ത് 5 വർഷം അനുഭവിച്ചതിന് ശേഷം അവിടെ ഉള്ളവർ തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ രാഹുൽ ഗാന്ധിയാണ്. കൽപ്പറ്റയിലെ ഏരിയ സെക്രട്ടറി സഖാവ് ഹാരിസിനോട് ഞാൻ നാളെ അവിടെ പരിപാടിക്ക് ചെന്നപ്പോൾ ചോദിച്ചു, മൂപ്പരെ വരലുണ്ടാകും ഹാരിസ് അറിഞ്ഞു എപ്പോഴെങ്കിലും? ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ എപ്പോഴെങ്കിലൊക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു മൂപ്പരിനൊക്കെ എന്തെങ്കിലും ചെയ്തെന്ന് ചോദിച്ചു. 4 ഐമാസ് ലൈറ്റ് വെച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർ വെക്കുന്ന സാധനമാണത്, അതിനിപ്പോ ഒരാൾ ഡൽഹിയിൽ നിന്ന് വരണ. 4 ഐമാസ് ലൈറ്റ് വെക്കാൻ രാഹുൽ ഗാന്ധി വരണ. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ എൻ്റെ ഒരു മൂത്തമ്മണ്ട് അവിടെ. ഞാൻ അതിനോട് 18 വട്ടം പറഞ്ഞാണ് നിങ്ങളെ ഇടതുപക്ഷത്തിന് ചെയ്തിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു രാജീവ് ഗാന്ധിന്റെ കുട്ടിയല്ലേ, റോസ് കവളല്ലേ, പാവല്ലേ, കുഞ്ഞിനെ പോലെ ഉണ്ടെന്ന് താലോലിച്ച് വോട്ട് ചെയ്തതാണ്. ഇപ്പൊ 37 പറഞ്ഞ എന്നാ 5 കൊല്ലം ആവണെന്ന്. എന്തിനാ വെച്ചു? രണ്ടാമത് ഒന്നുകൂടി കുത്തി കൊടുക്കാനാ, ചല്ല മാറ്റി കുത്താനാണ്. ആയിക്കോട്ടെ. ഇപ്പൊ വയനാട്ടിൽ ആ ഒരു ഗതിയിലെത്തിയിട്ടുണ്ട്. മൂപ്പരാകെ മമതാ ബേക്കറിയിലും ചായ അടിക്കാനും ചോറ് വയ്ക്കാനും ഉണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ നാണം കെടുത്തുന്നു കോൺഗ്രസ് ആട്ടോ. നമ്മളെ ദേശാഭിമാനിയിൽ മൂപ്പര് ചായ അടിക്കണമെന്നില്ല. മനോരമയിൽ വലിയ കള്ളിയിലല്ലേ പൊറോട്ട 2 വാങ്ങിച്ച് 1 മൂപ്പര് തിന്ന് ഒന്നോണ്ട് തിന്ന KPCC-കാരെ പേര് മുഴുവച്ചടിച്ച് വരിക. മൂപ്പര് ആ വയനാട്ടിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം പാർലമെന്റിനകത്ത് ഇരുന്നാലാണെങ്കിൽ അമ്മ തോണ്ടിയിട്ട് മടുക്കണേ, മോനെ നീക്ക് പിന്നെയും ഉറങ്ങ, അപ്പൊ പിന്നെയും തോണ്ടുക. ഇങ്ങനെ 18 ജയിച്ചു പോയിന്. വലിയ പ്രതീക്ഷയായിരുന്നു ആ നാട്ടുകാർക്ക്. സംഘപരിവാറിനെതിരെ പോരാടുന്ന വ്യക്തി എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ സജീവമായി നിൽക്കുമെന്നും കരുതി. പക്ഷേ നിർഭാഗ്യവശാൽ സംഘപരിവാറിന് പകരം ഇന്ത്യ മുന്നണിയിലെ CPM-നെതിരെ മത്സരിക്കാനാണ് അദ്ദേഹം എത്തുന്നത്. രാജ്യം BJP-ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഓടി കേരളത്തിൽ വന്നിട്ട് ഇന്ത്യ മുന്നണിയോട് തന്നെ മത്സരിക്കുന്ന ഗതികേടിലാണ്. കണ്ടില്ലേ, രാഹുൽ ഗാന്ധിക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായിട്ടുള്ള KC വേണുഗോപാലും ആലപ്പുഴയിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയും? കഴിഞ്ഞ പ്രാവശ്യത്തെ ഗുമ്മൊക്കെ ഉണ്ടാവുമെന്ന് ആരും കരുതണ്ട. ഇതൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടു സംസാരം.